Hello students, let's discuss free electron gas in 3 dimension. Free electron gas in 3 dimension. So in 3 dimension, we are assuming that the free electrons in a metal is in a cubical box of side length L. So 1 dimensional electron ഒരു ലൈനിലാണ് മൂവ് ചെയ്യാൻ അലോ ചെയ്തെങ്കിൽ 3 dimensional cubical ബോക്സിൽ ഇലക്ട്രോണിന് മൂവ് ചെയ്യാം. The free particle Schrodinger equation in 3 dimension. So 3 dimensional നമ്മൾ Schrodinger equation എഴുതുകയാണ്. That is minus h square by 2m dou square by dou x square plus dou square by dou y square plus dou square by dou z square into psi n of x equal to en psi n of x. So 1 dimensional already d square by dx square ആയിരുന്നു. പക്ഷേ 3 dimensional x dependence ഉണ്ട്, y ഡിപ്പെൻഡൻസ് ഉണ്ട്, z ഡിപ്പെൻഡൻസ് ഉണ്ട്. സോ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഡെൽ സ്ക്വയർ ഓപ്പറേറ്ററാണ്. സോ നമ്മൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ടേമിന് പകരം ഡെൽ സ്ക്വയർ എന്ന് കൊടുത്തു. സോ ഡെൽ സ്ക്വയർ ഇൻറ്റു സൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m നമ്മൾ ആർ എച്ച് എസിൽ എടുത്തു. സോ ഡെൽ സ്ക്വയർ സൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2me ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ എൻ ഓഫ് എക്സ്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. So 2me by h cut square equal to k square. K square നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. Then del square psi n of r equal to minus k square psi n of r. So r എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ x ഡിപ്പെൻഡൻസ് ഉണ്ട്, y ഡിപ്പെൻഡൻസ് ഉണ്ട്, z ഡിപ്പെൻഡൻസ് ഉണ്ട്. സോ നമ്മൾ അതെല്ലാം ചേർത്ത് നമ്മൾ r എന്ന് കൊടുത്തു. The solution to the above equation. സോ ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ ദാറ്റ് ഇസ് സൈ എൻ ഓഫ് ആർ എഴുതണം. സോ 1 ഡയമെൻഷനിലെ കേസ് നമുക്ക് 3 ഡയമെൻഷനിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. 1 ഡയമെൻഷനിൽ എങ്ങനെയായിരുന്നു സൈ എൻ ഓഫ് എക്സ്? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 2/l സൈൻ എൻ പൈ എക്സ് ബൈ എൽ. സോ 3 ഡയമെൻഷനിൽ നമുക്ക് എഴുതാം റൂട്ട് ഓഫ് 2/l സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു റൂട്ട് ഓഫ് 2/l സൈൻ എൻ പൈ വൈ ബൈ എൽ ഇൻറ്റു റൂട്ട് ഓഫ് 2/l സൈൻ എൻ പൈ ഇസഡ് ബൈ എൽ. സോ റൂട്ട് ഓഫ് 2/l 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അതിനെ നമുക്ക് റൂട്ട് ഓഫ് 8πl³ എന്ന് എഴുതാം. സോ സൈ എൻ ഓഫ് ആർ നമുക്ക് ഇക്വേഷൻ 20 പോലെ കിട്ടി. ഓക്കെ, ഇനി മറ്റൊരു ഫോർമുലയിൽ നമുക്ക് സൈ എൻ ഓഫ് ആർ എഴുതാം. അതാണ് ഇക്വേഷൻ 21. സൈ എൻ ഓഫ് ആർ ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ. സൈ എൻ ഓഫ് ആർ ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു I k dot r. K dot r equal to kxx plus kyy plus kzz. ഇവിടെ kxഉം kyയും kzഉം k എന്നുള്ള വേവ് വെക്ടറിൻ്റെ 3 കമ്പോണൻസ് ആണ്. സൊല്യൂഷൻ ആയിരുന്നു സൈ എൻ ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ് എന്നുള്ളത് എ ഇൻറ്റു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ. സോ കെ ഡോട്ട് ആറിന് പകരം എ ഇൻറ്റു ഇ റേസ് ടു ഐ kxx plus kyy plus kzz. So that is equation 22. Now we are applying the boundary conditions. Psi of x plus l comma y comma z equal to psi of x comma y comma z. Next boundary condition. Psi of x comma y plus l comma z equal to psi of x comma y comma z. Then psi of x comma y comma z plus l equal to psi of x comma y comma z. These are called the periodic boundary conditions. അതായത് x എന്നുള്ള പൊസിഷനിലെ വേവ് ഫംഗ്ഷനും x പ്ലസ് എൽ പുതിയ പൊസിഷനിലെ വേവ് ഫംഗ്ഷനും സിമിലർ ആണ്. അതുപോലെ y പ്ലസ് എൽ പൊസിഷനിലെ വേവ് ഫംഗ്ഷനും y പൊസിഷനിലെ വേവ് ഫംഗ്ഷനും സിമിലർ ആണ്. So this is called periodic. അതായത് L ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ the wave functions are exactly equal. So these are called the periodic boundary conditions. The wave functions psi of x comma y comma z must be periodic in x, y and z. ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. We are applying the first boundary condition.
സോ എ ഇൻറ്റു ഇ റേസ് ടു ഐ കെ എക്സ് എക്സ് പ്ലസ് കെ വൈ വൈ പ്ലസ് കെ ഇസഡ് ഇസഡ്. അതാണ് നമ്മുടെ സൊല്യൂഷൻ. അവിടെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് പകരം എക്സ് പ്ലസ് എൽ കൊടുക്കണം. സോ ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എൽ പ്ലസ് കെ വൈ വൈ പ്ലസ് കെ ഇസഡ് ഇസഡ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ്. അതായത് ഇക്വേഷൻ 22 അതുപോലെ തന്നെ എഴുതാം. ഇനി കെ വൈ വൈയും കെ ഇസഡ് ഇസഡും ക്യാൻസൽ ചെയ്ത് പോയി, രണ്ട് സൈഡിലും കോമൺ ആണ്. ഇനി ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എൽ ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് ഇൻറ്റു എക്സ്. രണ്ട് സൈഡിലും ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് ഇൻറ്റു എക്സ് കോമൺ ആണ്, അതും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കിയുള്ളത് ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് ഇൻറ്റു എൽ ഈക്വൽ ടു ആർ എച്ച് എസിൽ 1. നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ഇ റേസ് ടു ഐ ഇൻറ്റു 2πn ഈക്വൽ ടു 1. നമ്മൾക്ക് കിട്ടിയ റിസൾട്ടാണ് ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് എൽ ഈക്വൽ ടു 1. സോ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പവർ ഇക്വേറ്റ് ചെയ്യാം. കെ എക്സ് എൽ ഈക്വൽ ടു 2πn. അവിടെ നിന്ന് കെ എക്സ് കണ്ടുപിടിക്കുമ്പോൾ 2πn/l. ഓക്കെ, n can take values 0, plus or minus 1, plus or minus 2. So kx equal to n-ന് 0 കൊടുക്കുമ്പോൾ kxൻ്റെ വാല്യൂ 0, n-ന് 1 കൊടുക്കുമ്പോൾ kxൻ്റെ വാല്യൂ 2π/l. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് kx കിട്ടി. സിമിലർലി ബൗണ്ടറി കണ്ടീഷൻ 2ഉം 3യും അപ്ലൈ ചെയ്യുമ്പോൾ ky-യും kzഉം കിട്ടും. അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു കെ സ്ക്വയർ ഈക്വൽ ടു 2me/h². ഓക്കെ, കെ സ്ക്വയർ ഈക്വൽ ടു 2me/h². അവിടെ നിന്ന് എനർജിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. എനർജി ഈക്വൽ ടു h² k²/2m. എനർജി ഈക്വൽ ടു h²/2m kx² + ky² + kz². സോ കെ സ്ക്വയർ മാറ്റി നമ്മൾ kx² + ky² + kz² എന്ന് കൊടുത്തു. ഇവിടെ kxഉം kyയും kzഉം വേവ് വെക്റ്റർ kൻ്റെ 3 കമ്പോണൻസ് ആണ്. ആൻഡ് വി ക്യാൻ റൈറ്റ് k ഈക്വൽ ടു 2πn/l. So substituting for kx, ky and kz, energy equal to h²/2m into. So kxന് പകരം 2πnx/l, kyക്ക് പകരം 2πny/l, kzന് പകരം 2πnz/l. So we can write 2π/l the whole square into nx² plus ny² plus nz². Okay. So we get the expression for energy. So നമ്മൾ sin of r എഴുതിയത് a into e raised to I k dot r ആയിരുന്നു. അവിടെ കോൺസ്റ്റൻ്റ് ആണ് a. സോ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലൈസേഷൻ കണ്ടീഷൻ. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ psi star into psi equal to 1. സോ psi star എന്ന് പറയുമ്പോൾ is the complex conjugate of the wave function psi. So psi ആണ് a into e raised to I k dot r. നമ്മൾ അതുപോലെ തന്നെ എഴുതി. psi star എന്ന് പറയുമ്പോൾ I മൈനസ് i ആയി മാറും, a ഉള്ളത് a star ആയി മാറും. സോ psi star എന്ന് പറയുന്നത് a star into e raised to I k dot r ആണ് psi of r ലെ ടേം. I എന്തായി? മൈനസ് i ആയി. സോ psi star എന്ന് പറയുന്നത് a star e raised to minus I k dot r equal to 1. a star into a square. So a square integral e raised to minus I k dot r into e raised to I k dot r എന്ന് പറയുന്നത് e raised to 0 ആയി പോകും. That is 1. So integral d tau equal to 1. So d tau എന്ന് പറയുന്നത് വോളിയം ഇൻറ്റഗ്രൽ ആണ്. സോ a square into ക്യൂബ് ആണ്, സൈഡ് ലെങ്ത് L ആണ്. സോ ഇൻറ്റഗ്രേഷൻ ലിമിറ്റ് വരുന്നത് 0 to L. സോ dx dy dz ഈക്വൽ ടു 1. സോ a സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? L ക്യൂബ് കിട്ടും. സോ a സ്ക്വയർ L ക്യൂബ് ഈക്വൽ ടു 1.
സോ എ സ്ക്വയർ ഈക്വൽ ടു 1 ബൈ എൽ ക്യൂബ്. എൽ ക്യൂബ് എന്ന് പറയുന്നത് ആ ക്യൂബിൻ്റെ വോളിയം. ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ വി. സോ എ ഈക്വൽ ടു 1 ബൈ വി റൈസ് ടു 1 ബൈ 2. സോ psi n of r ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ. എക്ക് പകരം 1 ബൈ വി ദി ഓൾ റൈസ് ടു 1 ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു ഐ കെ ഡോട്ട് ആർ. So this is another form of solution for the free electron gas in 3 dimension.